തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൽ പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനം ബന്ധങ്ങളാണ്. ബന്ധങ്ങളെ നിലനിർത്തുന്ന അതിൻ്റെ ജീവൻ സംഭാഷണമാണ്. ദൈവം മനുഷ്യനോട് സംസാരിച്ചു, മനുഷ്യൻ ദൈവത്തോട് പ്രതികരിച്ചു. അവിടെയാണ് വിശ്വാസവും ബന്ധവും ആരംഭിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1:3 പറയുന്നു, ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വാക്ക് സൃഷ്ടിയാണ്. അതുപോലെ മനുഷ്യൻ്റെ വാക്കുകൾക്കും സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും കഴിവുണ്ട്. ഒന്നാമതായി ദൈവത്തോടുള്ള നമ്മുടെ സംഭാഷണം ആണ് പ്രാർത്ഥന. ദൈവത്തോടുള്ള സംഭാഷണമാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് ദിശ നൽകുന്നത്. പ്രാർത്ഥന ദൈവത്തോട് നടത്തുന്ന സംവാദമാണ്. യിരെമ്യാ പ്രവാചകൻ 33:3 പറയുന്നു, എന്നോട് വിളിക്കുക, ഞാൻ നിന്നോട് ഉത്തരം പറയും. 1 പത്രോസ് 5:7 നിങ്ങളുടെ എല്ലാ ചിന്തകളും അവനിൽ ഏൽപ്പിക്കുക. പ്രാർത്ഥനയിൽ മനുഷ്യൻ തൻ്റെ ഭയം ദൈവത്തോട് പങ്കുവെക്കുന്നു, വേദനകൾ തുറന്നു പറയുന്നു, നന്ദി പറയുന്നു, നിശബ്ദമായി ദൈവശബ്ദത്തെ കേൾക്കുന്നു. സഭാപിതാക്കന്മാരായ വിശുദ്ധനായ ഇസഹാക്ക് ഇപ്രകാരം പറയുന്നുണ്ട്, പ്രാർത്ഥന വാക്കുകളുടെ നീളം കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ ആഴം കൊണ്ടാണ് ദൈവത്തിൽ എത്തുന്നത്. സഭ പഠിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥന എന്നത് സംസാരവും നിശബ്ദതയും ചേരുന്നതാണ്. നിശബ്ദതയിലൂടെയാണ് പലപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനയും ധ്യാനവും നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മളുടെ ആന്തരികമായ സമാധാനത്തിലേക്ക് പ്രാർത്ഥന നമ്മെ നയിക്കുന്നുണ്ട്. ഹോപ്പ് ഫിൽഡ് വിത്ത് കമ്മ്യൂണിക്കേഷൻ, ഹീലിംഗ് വിത്ത് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ക്രിയേറ്റ്സ് മാൻ പീസ്ഫുൾ എന്ന് പറയപ്പെടുന്നു. രണ്ടാമതായിട്ട് മനുഷ്യരോടുള്ള സംഭാഷണം അത് സ്നേഹവും സത്യവും നിറഞ്ഞതായിരിക്കണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളും സഭാജീവിതവും എല്ലാം നമ്മളുടെ സംഭാഷണത്തിൻ്റെ ഗുണമേന്മയെ ആശ്രയിച്ചിരിക്കുന്നു. കൊലോസ്യ ലേഖനം 4:6 നിങ്ങളുടെ വാക്കുകൾ കൃപയോടെ ഉപ്പിനാൽ രുചിയേറിയതായിരിക്കട്ടെ എന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. യാക്കോബ് ശ്ലീഹ 1:19 പറയുന്നുണ്ട്, കേൾക്കുന്നതിൽ വേഗവും പറയുന്നതിൽ മന്ദവും കോപത്തിൽ മന്ദവുമായിരിക്കും. ഇന്നത്തെ പ്രശ്നങ്ങൾ പലതും നമ്മൾ ശരിയായി കേൾക്കാത്തത് കൊണ്ടാണ്, തെറ്റായി സംസാരിക്കുന്നത് കൊണ്ടാണ്, കോപത്തോടെ പ്രതികരിക്കുന്നത് കൊണ്ടാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു വാക്ക് മുറിവേൽപ്പിക്കും, മറ്റൊരു വാക്ക് അതേ മുറിവ് സൗഖ്യമാക്കും. ബിസേലിയോസ് പിതാവ് പറയുന്നു, സത്യം സ്നേഹമില്ലാതെ പറഞ്ഞാൽ അത് സത്യമായാലും വിഷമാകും. യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിച്ചു, സത്യവും സ്നേഹവും ക്ഷമയും കരുണയും. മോഡേൺ സൈക്കോളജി പറയുന്നുണ്ട്, ആക്റ്റീവ് ലിസണിങ് മേക്സ് ദ റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ. എമ്പതിയോടുകൂടി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സ്പർദ്ധ അവസാനിക്കുന്നു. പരിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 6:31 വായിക്കുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അവരോട് ചെയ്യുക. മൂന്നാമതായി സ്വയം ഉള്ളിലുള്ള സംഭാഷണം, ചിന്തകളും വാക്കുകളും നമ്മളെ ബലപ്പെടുത്തും. മനുഷ്യൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സ്വന്തം മനസ്സിനോടാണ്. സങ്കീർത്തനം 42:5 വായിക്കുന്നു, എൻ്റെ ആത്മാവേ നീ എന്തിന് ഞരങ്ങുന്നു. ദാവീദ് രാജാവ് സ്വന്തം ആത്മാവിനോട് സംസാരിക്കുകയാണ്. ഇത് ആത്മീയതയും അതുപോലെ മനഃശാസ്ത്രവും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. വിശുദ്ധ അന്തോണിയോസ് പിതാവ് പറയുന്നുണ്ട്, നിന്റെ ചിന്തകളെ നീ നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങും. ആത്മപരിശോധനയും ഉപവാസവും നിശബ്ദതയും ഒരു മനുഷ്യൻ്റെ ആത്മീയ ശക്തി മാത്രമല്ല, ഭൗതിക സമാധാനത്തിലേക്കും വഴി നടത്തുന്നു. മനഃശാസ്ത്രപരമായി ഇതിനുള്ള വിശദീകരണം പലപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൽ ഞാൻ എല്ലാം ചെയ്യുവാൻ എന്നെ അത് ശക്തനാക്കുന്നു. ഫിലിപ്പി ലേഖനം 4:13. പ്രിയരെ, സംഭാഷണം ഒരു ചെറിയ കാര്യമല്ല.
അതൊരാത്മീയ ശുശ്രൂഷയാണ്. ദൈവത്തോട് സംസാരിക്കുന്നു നമ്മൾ പ്രാർത്ഥനയിൽ, മനുഷ്യരോട് സംസാരിക്കുന്നു അത് സ്നേഹത്തോടെ, സ്വയം സംസാരിക്കുന്നു വിശ്വാസത്തോടെ. 19-ാം സങ്കീർത്തനം 14-ാം വാക്യം, നിന്റെ വായിലെ വാക്കുകളും നിന്റെ ഹൃദയത്തിലെ ധ്യാനവും കർത്താവിന് പ്രസാദകരമായിരിക്കട്ടെ. നമ്മളുടെ വാക്കുകൾ അനുഗ്രഹമാകട്ടെ, നിശബ്ദത ജ്ഞാനമാകട്ടെ, സംഭാഷണം സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.